സംസ്ഥാന ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചെയർമാന് പിന്നാലെ PSC അംഗങ്ങളും ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിൽ. ചീഫ് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ അഭിമുഖം നടത്തിയവരുടെ പേരും മൊബൈൽ നമ്പറും ആവശ്യപ്പെട്ട് PSCക്ക് കത്തു നൽകി പ്രത്യേക അന്വേഷണ സംഘം. ഒന്നാം റാങ്കുകാരന്റെ മൊഴിയിലും ക്രൈംബ്രാഞ്ചിന് സംശയമുണ്ട്. ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളുടെ വിവരങ്ങളും നൽകണമെന്ന് SIT ആവശ്യപ്പെട്ടു. അനുരു അശോകൻ ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അനുരു, ഗുഡ് മോർണിംഗ്. ഈ ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ ഉണ്ടായത് വലിയ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ PSC നടത്തിയ പല പരീക്ഷകളിലും ക്രമക്കേടുകൾ ഉണ്ടായതും ഇതിൽ ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടതിന്റെയും ഒക്കെയും തെളിവുകളും വാർത്തകളും ഒക്കെയും പുറത്തു വന്നു. SITയുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെ, അവരുടെ പുതിയ കണ്ടെത്തലുകൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് സേതു. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പിൽ ഇപ്പോൾ SITയുടെ അന്വേഷണം വിപുലമാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് PSC ചെയർമാന് പുറമെ ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത PSC അംഗങ്ങളുടെ പേരും വിവരങ്ങളും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പരും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SIT PSCക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ പൊതുപരീക്ഷയിൽ 100 മാർക്കിൻ്റെതിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെയാണ് ഒന്നാം റാങ്കുകാരന് നിയമനം നൽകിയത്. ഇടത് സംഘടനാ നേതാവ് കൂടിയായിട്ടുള്ള അരുൺ ജെ പ്രതാപിനായിരുന്നു. എന്നാൽ ഈ അഭിമുഖ പരീക്ഷയിലും എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത PSC ചെയർമാൻ്റെയും അതുപോലെ തന്നെ അഭിമുഖത്തിലുണ്ടായിരുന്ന PSC അംഗങ്ങളുടെയും മറ്റ് ബോർഡ് മെമ്പേഴ്സിൻ്റെയും ആസൂത്രണ ബോർഡിലെ അംഗങ്ങളടക്കമുള്ള പുറത്തു നിന്നുള്ളവരുടെ അടക്കം പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഒന്നാം റാങ്കുകാരനോ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിലുള്ളവരോ ഇവരുമായി ഫോൺ വഴിയോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിനു പുറമെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ അതിന് പുറമെ അന്ന് നടത്തിയ പരീക്ഷയായ ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികയിലും കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവിടെയും ഈ ഒന്നാം റാങ്കുകാരന് നിയമനം നൽകിയത് എന്തെങ്കിലും താല്പര്യപ്രകാരമാണോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ച ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെയും അല്ലെങ്കിൽ PSC ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വിവരങ്ങൾ SIT തേടുന്നുണ്ട്. കൂടാതെ മറ്റ് പരീക്ഷകളിലേക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം PSCയുടെ ഭാഗത്ത് നിന്ന് മറ്റ് പരീക്ഷകളിലൊന്നും ക്രമക്കേടില്ല എന്നുള്ള രീതിയിൽ പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘം ഓരോ പരീക്ഷയുടെയും വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് PSCക്ക് കത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയൊന്നും PSCയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലേക്ക് ഒന്നാം റാങ്കിലെത്തിയ അരുൺ ജെ പ്രതാപിൻ്റെ മൊഴിയാണ്. 2025 മെയ് 11 PSC ആസ്ഥാനത്ത് വെച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരീക്ഷയായ PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയായ ചീഫിലേക്ക് ഇൻ്റർവ്യൂ നടത്തിയത്. PSC ആസ്ഥാനത്ത് നടത്തിയ ഇൻ്റർവ്യൂവിൽ ചെയർമാൻ അടക്കം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ CPM നോമിനികളായ PSC അംഗങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ടും PSC ചെയർമാൻ്റെ ക്യാബിനിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ PSC ചെയർമാനെ അറിയേണ്ടതുണ്ട്. എന്നാൽ ഈ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിൽ ഒന്നാം റാങ്കുകാരനായി എത്തിയ അരുൺ ജെ പ്രതാപ് ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ PSC ആഭ്യന്തര വിജിലൻസിനും ഒക്കെ നൽകിയ മൊഴിയിൽ പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം PSC നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങളിൽ അവർ തൃപ്തരല്ല. ഇനിയും പല കാര്യങ്ങളും അറിയാനുണ്ട്, ഇനിയും പലതും പുറത്തു വരാനുണ്ട് എന്ന് വേണം SITയുടെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്.